എനിക്ക് വെരി ഫസ്റ്റ് ടൈം വന്ന ഒരു ഡ്രസ്സിൻ്റെ പ്രൊമോഷനായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി അന്ന് അധികം ആളില്ല എങ്കിൽ കൂടിയും എനിക്ക് ഇവിടെ ലോങ് ടൈം സർവൈവ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമാണ്. സ്റ്റിൽ നൗ എനിക്കതാണുള്ളത്. അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി. അതിനുശേഷം മാത്രം ഞാൻ പേയ്മെൻറ്റ് ആസ്ക് ചെയ്ത് തുടങ്ങി. കാരണം ആദ്യമേ നമ്മൾ ലൈക്ക് പേയ്മെൻറ്റ്സ് പോവാം, ഒബ്വിയസ്ലി പോവാം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്കൊരു വിലയുണ്ടാവും. ഓക്കെ, ഈ കുട്ടി ഇന്ന കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് കൊള്ളാം തോന്നി തുടങ്ങിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു വാല്യൂ അവർ തരും. അല്ലാത്ത പക്ഷം ഇത് ഇത്രയും ഞാൻ പേഴ്സണലി കണ്ടുവച്ചിട്ട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒന്നും ആയിട്ട് കൂടിയില്ല, എന്നിട്ട് ഇത്രയും പേ ചെയ്യണോ. അവിടെ പിന്നെ ക്രിറ്റിസിസം വരും, നമ്മളെ വീഡിയോ റീച്ച് ആയില്ലെങ്കിൽ പ്രശ്നം വരും. അതേ സമയത്ത് നമ്മൾ കറക്റ്റ് വർക്ക് ചെയ്തിട്ട് ഇൻ കേസ് ഇച്ചിരി വീഡിയോക്ക് റീച്ച് കുറഞ്ഞാലും നമ്മൾ ആ വർക്ക് ക്ലീൻ ആയിട്ട് ചെയ്തു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും എനിക്ക് കൂടുതലും ബ്രാൻഡ്സിൻ്റെ നിന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത്, പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു ഫെസ്റ്റ് ഇപ്പോഴത്തെ ഞാൻ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ, ഞാനത് കുറ്റപ്പെടുത്തുന്നതല്ല, കുറേ ആൾക്കാർ വലിച്ചുവാരി എന്തൊക്കെയോ ചെയ്യും. പക്ഷെ അവർക്കൊരു ലോങ് ടേം സർവൈവൽ ഉണ്ടോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ എൻ്റെ കേസ് വരുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ചെയ്യുള്ളൂ. ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ ബ്രേക്ക് വന്നെന്ന് പറഞ്ഞില്ലേ, അതേ കണക്ക് തന്നെ ഞാൻ വീണ്ടും സീറോന്ന് സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴൊക്കെ ഞാൻ ബ്രേക്ക് വരുന്നു ഞാൻ എപ്പോഴും താഴും തുടങ്ങത്തേ ഉള്ളൂ. അല്ലാതെ ഞാനങ്ങ് മേളിൽ കയറി ചെയ്യത്തില്ല. കാരണം നമ്മൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ കുറച്ച് എല്ലാ ഫീൽഡിലും പോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോക്കിയും കണ്ടും ചെയ്യണം.